KSU നേതാവ് ആദേശ് സുധർമ്മൻ കൂടെ ചേരുന്നുണ്ട്. ശ്രീ ആദേശ്, കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരം അക്രമ സ്വഭാവങ്ങൾ ഇത് സ്കൂളുകളിൽ റാഗിംഗ് ആയൊക്കെ നടക്കുന്നുണ്ട് എന്ന്, അതുപോലെ തന്നെ സ്കൂളിന് പുറത്തേക്കും നടക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും എന്തുകൊണ്ടാണ് ഈ അധികൃതരുടെ ശ്രദ്ധയിൽ പെടാതെ പോകുന്നത്? ഇത് നേരത്തെ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുള്ള വിഷയങ്ങൾ പോലെയാണ്. ഇതില് ഒന്ന് പ്രധാനമായും ഈ ലഹരി ഉപയോഗം പറയുമ്പോഴും അതിനും അപ്പുറത്ത് ഈ കോവിഡാനന്തര കാലത്ത് ഈ ലോക്ക്ഡൌൺ നമ്മൾ വീട്ടിലിരുന്നല്ലോ, അതിനുശേഷം ഇങ്ങോട്ട് അത് പൊതു തലമുറയ്ക്ക് മാത്രമല്ല പൊതുസമൂഹത്തിന് മൊത്തം മുഴുവനായി ഒരു സഹിഷ്ണുത ഇല്ലായ്മ ഈ കോവിഡാനന്തരത്തിന് ശേഷം നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അത് പൊതുതലമുറയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നുണ്ട്. അതിന്റെയൊക്കെ ബാക്കി പത്രമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ക്യാമ്പസുകളിലും സ്കൂളുകളിൽ, ഏറ്റവും പ്രത്യേകിച്ച് സ്കൂളുകളിൽ ഏറ്റവും കുട്ടികളാണ്. കഴിഞ്ഞ കാലങ്ങളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന, അല്ലെങ്കിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തരത്തിലുള്ള ഒരു ചെയ്തികളോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളോ അല്ല ഇപ്പോഴുണ്ടാകുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് എന്തിനും സഹിഷ്ണുതയോട് നോക്കി കാണുന്നതിനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിനും വേണ്ടി സാധിക്കുന്നില്ല. അവർ ഒന്ന് പറഞ്ഞ് രണ്ടിനും തല്ലുന്നതിനും വടിയെടുക്കുന്നതിനും വടിവാളെടുക്കുന്നതിനും പോലും തയ്യാറായി നിൽക്കുന്ന ഒരു തലമുറ ഇപ്പൊ നമുക്ക് രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. അപ്പൊ ഈ തലമുറയെ മാനേജ് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ, അത് ചൈൽഡ് ലൈൻ അടക്കമുള്ള സംവിധാനങ്ങൾ, നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇത് എങ്ങനെ രൂപപ്പെടുത്താമെന്നും ഈ കുട്ടികളെ എങ്ങനെ കൗൺസിൽ ചെയ്യാമെന്നും ഈ കുട്ടികളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കെല്ലാം അറിയാം. പണ്ട് കാലങ്ങളിൽ ഒരുപാട് കളിയിടങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ സമൂഹത്ത്. നമ്മുടെ കുട്ടികൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വന്ന് കളിയിടങ്ങളിൽ വന്ന് കളിക്കുകയും ഉല്ലസിക്കുകയും കൂട്ടുകാരുമായിട്ടിരുന്ന് തുറ പറയുകയും ഒക്കെ ചെയ്തിരുന്നു നമ്മുടെ സമൂഹത്തിൽ. ഇന്ന് അവരെല്ലാം ഒരു റൂമിലേക്ക്, ഒരു ബെഡ്റൂമിനകത്തും ഒരു ഫോണിന്റെ ലോകത്തിലേക്കും ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. അപ്പൊ ആ ഒറ്റപ്പെടലിൽ നിന്നും ഉണ്ടായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങളും മാനസികമായിട്ടുള്ള വിഷയങ്ങളും, ആ വിഷയങ്ങളുടെ ബാക്കി പത്രമാണ് ഇന്ന് ഈ ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങൾക്ക് കാരണമെന്നുള്ളത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ലഹരിയുടെ ഉപയോഗം പണ്ട് കാലങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രായപരിധി കഴിഞ്ഞവര് ബിവറേജസിന് മുമ്പിൽ, ബിവറേജ് ഔട്ട്ലെറ്റിന് മുന്നിൽ പോയാൽ പിടിച്ചു കൊടുക്കുന്ന കാലഘട്ടം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. അവിടെ നിന്ന് അത് മാറി അത് കഞ്ചാവിലേക്ക് അടക്കമുള്ള ലഹരികളിലേക്ക് മാറുന്നു. ഇന്നിപ്പോ അത് രാസലഹരിയിൽ എത്തി നിൽക്കുകയാണ്. ഈ രാസലഹരി സ്കൂൾ കുട്ടികളിൽ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ പോലും എത്തുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസമുള്ള വാർത്തകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഏറ്റവും സുലഭമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കേരളത്തിൽ ഇത് എങ്ങനെ കുട്ടികളിലേക്ക് എത്തുന്നു എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടി നമുക്ക് തയ്യാറാവാൻ നമ്മുടെ സർക്കാരിനോ മറ്റൊന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. നമ്മൾ പരിശോധിക്കാനുള്ളത് ഇത് എങ്ങനെ എത്തുന്നു, ഏറ്റവും സുലഭമായ രീതിയിൽ ഈ കുട്ടികളിലേക്ക് ഇത് എങ്ങനെ എത്തുന്നു, ഈ വിപണനം എങ്ങനെ നടക്കുന്നു, ഇത് ആര് വഴി വരുന്നു, ഇത്രയും ബൾക്കായിട്ടുള്ള ഈ രാസലഹരി കുട്ടികളുടെ തന്നെ നെർവസ് സിസ്റ്റത്തിന് അടക്കം ബാധിക്കാൻ കെൽപ്പുള്ള തരത്തിലുള്ള ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഇത് എങ്ങനെ കുട്ടികളുടെ കയ്യിലേക്ക് എത്തുന്നു എന്നുള്ളത് പരിശോധിക്കുന്നതിനോ അതിനെതിരെ നടപടിയെടുക്കുന്നതിനോ ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല. ഈ എക്സൈസ്, അതുപോലെ തന്നെ ഡാൻസ് ഓഫ് അടക്കമുള്ള ആഭ്യന്തര വകുപ്പും എക്സൈസ് വകുപ്പിനും കീഴിൽ വരുന്ന ഈ പറയുന്ന സെക്ഷനുകളെല്ലാം അവർക്കൊന്നും ഇതിനെതിരെ ഒരു നടപടി എടുക്കുന്നതിനോ ഇത് കണ്ടെത്തുന്നതിനോ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ള വസ്തുതയാണ്. നമ്മളത് മനസ്സിലാക്കുക. ആ വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാം. എക്സൈസും പോലീസും അങ്ങനെ കഴിവില്ലാത്ത ഒരു വിഭാഗമായി ഞാൻ നോക്കിക്കാണുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൃത്യമായി, ഏറ്റവും ഗംഭീരമായി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലത്തൊക്കെ ക്ലെയിം ക്യാമ്പസ് എന്നൊക്കെ പറയുന്ന അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി കൃത്യമായി ലഹരി വേട്ടയൊക്കെ നടത്തിയിരുന്ന അതേ വകുപ്പാണ് ഇന്നും നിലവിലുള്ളത്. പക്ഷെ അവർക്ക് ഇതിനാരൊക്കെയോ വിലങ്ങിടുന്നു എന്നുള്ളത് നമുക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മറികടക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി ഞാൻ പറയുന്നു, ഞാനത് ഒരു തരത്തിലും ഇതൊരു സർക്കാരിനെതിരെയായിട്ടുള്ള ഒരു വിഷയമായിട്ടോ അല്ലെങ്കിൽ സർക്കാരിനെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള വിഷയമായിട്ട് സംസാരിക്കുന്നില്ല. ഒറ്റക്കെട്ടായി ഈ പുതുതലമുറയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഏത് തരത്തിലുള്ള പിന്തുണയും KSU സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ നൽകാൻ തയ്യാറാണ്. ഈ വിഷയവുമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വരുന്ന ദിവസങ്ങളിൽ തന്നെ ഈ സർക്കാരിന്റെ ശ്രദ്ധ അടിയന്തരമായി കൊണ്ടുവരുന്നതിന് വേണ്ടി കൃത്യമായ സമരപരിപാടികൾ അടക്കം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് ഞങ്ങൾ.